എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീദേവി മേനോൻ. ഞങ്ങളന്ന് ഗുരുവായൂരമ്പലത്തിലെ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് പോയതാണ്. കഴിഞ്ഞ വർഷം അതിന് മുമ്പൊക്കെ പോയത് പള്ളിവേട്ടയ്ക്കായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പള്ളിവേട്ടയ്ക്കൊക്കെ. പക്ഷെ ആ തിരക്ക് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ഗോകുല വനമാലയിൽ പോയിട്ട് നല്ല ചായയൊക്കെ കുടിച്ച് പിന്നെന്താ പഴംപൊരി, അട, വെജ് കട്ട്ലറ്റ്, നല്ല ഗരം ചായയൊക്കെ കുടിച്ചിട്ട് പോയേ. എന്നുവെച്ചാൽ ലൈനിൽ ഇത്ര അധികം നേരം നിൽക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ തീരെ തിരക്കുണ്ടായിരുന്നില്ല. തെക്കേ നടയിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി എന്താ പറ്റിയത്, തീരെ തിരക്കില്ലല്ലോ, ലൈനൊന്നും കാണാനില്ല. അങ്ങനെ പിന്നെ തീരെ അലങ്കരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ പള്ളിവേട്ടയ്ക്ക് പോയപ്പോൾ നിറച്ച് ലൈറ്റ്സും ഒക്കെ ആയിരുന്നു. എന്താ വെച്ചാൽ കടകൾ തൊട്ട് അന്ന് പറ വയ്ക്കാനുള്ള തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പള്ളിവേട്ട ആവുമ്പോഴേ അവർ അലങ്കരിക്കുള്ളൂ എന്ന് തോന്നുന്നു. തീരെ ഇലുമിനേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ എന്താ വെച്ചാൽ ലൈനൊന്നുമില്ല. ശിവേലി നടക്കുകയായിരുന്നു. ശിവേലി നടക്കുമ്പോൾ ഞങ്ങൾ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ശിവേലിയൊക്കെ കണ്ടു. ദേവരെ അടുത്ത് കണ്ടു. പിന്നെ ഈ ഒപ്പമുള്ളവർക്ക് 2 പേർക്കും ആനയെ ലോക പേടിയാണ്. എനിക്കാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം ആനയെ നോക്കി നിൽക്കാൻ. അപ്പോൾ ഇവർ ഈ ആന അടുത്ത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പോലും പേടിച്ചിട്ടേ. പിന്നെ ഫസ്റ്റ് കിട്ടിയില്ലേ, ആനോട്ടത്തിൽ ഫസ്റ്റ് കിട്ടിയ രവിചന്ദ്രൻ അല്ല, ആ ആനയെ അവിടെ വടക്കേ ഭാഗത്ത്, ചുറ്റമ്പലത്തിൽ വടക്കേ ഭാഗത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂച്ചുവിലങ്ങൊക്കെ ഇട്ടിട്ടും പിന്നെയും 4 സൈഡിലേക്ക് വലിയൊരു തരം കയറിട്ട് കെട്ടിയൊക്കെയായിരുന്നു. അതിങ്ങനെ കിടന്നിട്ടിട്ട് തലയിട്ട് ആട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവർക്ക് 2 പേർക്കും നല്ല പേടി. പക്ഷെ ഞങ്ങൾ നല്ല പോലെ തൊഴുതു. അത് കഴിഞ്ഞ് പുറത്തൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കാമെന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ എന്നുവെച്ചാൽ ചെറുപ്പത്തിൽ നമുക്ക് പറ്റാത്ത ആശകളെല്ലാം തീരുകയാണ് ഇപ്പോൾ. എന്നുവെച്ചാൽ ചെറുപ്പത്തിലൊന്നും നമ്മളൊന്നും അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ ഈ സന്ധ്യ കഴിഞ്ഞാലും എവിടെയും പോയിട്ടില്ല. എൻ്റെ കാര്യം കേട്ടോ, എവിടെയും പോയിട്ടില്ല. ഇതിപ്പോൾ എന്താ പറയുക, ഫ്രീ ബേർഡ്സ് പോലെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ചുറ്റിക്കറങ്ങി ആശ തീരണ വരെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കറങ്ങി നടന്നു. അപ്പോൾ ഒപ്പം ഡ്രൈവർ കുട്ടി ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് തരാനും വീഡിയോ എടുത്ത് തരാനും ഒക്കെ ഉണ്ണിയുള്ള കാരണം ഭയങ്കര സന്തോഷമായിരുന്നു. വളരെ എന്താ പറയുക, ശ്രദ്ധിച്ച് ഞങ്ങളെ കൊണ്ടുപോകുന്നൊരു കുട്ടിയാണ് ഉണ്ണി. പറയാതിരിക്കാൻ പറ്റില്ല. സൂക്ഷിച്ചു കൊണ്ടുപോകും എവിടെയും. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ദീപാരാധന തൊഴുത് കഴിഞ്ഞിട്ട്, അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിൽ, അതായത് ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ പാഠകം വായിക്കുന്നത്. പാഠകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുകയല്ല, 3-4-5 പേരുണ്ടായിരുന്നു. എന്തോ ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്തോ ഒരു കഥയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിച്ചു ആരോടോ, എന്താ ഈ പറയണേ, അതിനെന്താ പറയാന്ന് ചോദിച്ചു. പറഞ്ഞു പാഠകം. എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കുറച്ച് പൈസയൊക്കെ ഇടുന്നുണ്ടായിരുന്നു, ദക്ഷിണ പോലെയെന്ന് തോന്നുന്നു ആൾക്കാർ. അത് കണ്ടു. പിന്നെ ഈ ഗരുഡൻ്റെ വേഷം കെട്ടിയിട്ടേ ആൾക്കാർ അത് കേൾക്കുന്നിടയിൽ തെക്കേ ഭാഗത്തായിട്ട് എന്തോ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാം നല്ല രസമായിട്ട് കണ്ടു. എന്താ പറയുക, ഇനി എൻജോയ് ചെയ്യാനില്ല. അത്രയും നടന്ന് എല്ലാ കാര്യങ്ങളും കണ്ട്, ലൈറ്റിലൊക്കെ കടകളൊക്കെ ചെന്ന് കണ്ട് മാക്സിമം സന്തോഷമായിട്ട് പോയി. പിന്നെ ഗോകുലത്തിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. ചെന്നതും ചായ കുടിച്ചതും ഗോകുലം വനമാലയിൽ നിന്നാണ്. രാത്രി അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോന്നു. ഭക്ഷണം എന്ന് പറയുമ്പോൾ ചോലെ ഭട്ടൂര കഴിച്ചു. പിന്നെ ഞാനെന്താ കഴിച്ചേ, ഫ്രൈഡ് റൈസ് കഴിച്ചു. അപ്പോൾ ഗരം ചോലയൊക്കെ കിട്ടി. അതെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെയും ഫോട്ടോ സെഷനായിരുന്നു. ഫോട്ടോ എടുക്കുക എന്ന് വെച്ചാൽ ഇതെല്ലാം ഭയങ്കര പ്രഷ്യസ് മൊമെൻറ്റ്സ് അല്ലേ. കുറേ കാലം കഴിഞ്ഞ് നമുക്ക് നടക്കാനൊക്കെ ആയുസ്സുണ്ടെങ്കിൽ, നടക്കാനൊക്കെ പറ്റാത്തൊരു സമയം ഉണ്ടെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും.
അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം പോകുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല സന്തോഷമാണ്. ഫാമിലിയുടെ ഒപ്പം പോകുമ്പോൾ സന്തോഷമില്ല എന്നല്ല, പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ വേറൊരു വൈബ് തന്നെയാണ്. നമ്മൾ കണ്ട ഒരു കാര്യങ്ങളും കണ്ണി കണ്ട വർത്താനം മുഴുവൻ പരദൂഷണവും പറഞ്ഞ് ഇങ്ങനെ നടന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ശിവേലിയൊക്കെ കണ്ട് തേവരെഴുന്നള്ളിക്കുന്നതും എന്താ ഭംഗി, വല്ല ഒരു വൈകുണ്ഠത്തിൽ പോയ ഒരു പ്രതീതി. അങ്ങനെ തന്നെ. അപ്പോൾ വൈകുണ്ഠം കണ്ടിട്ടുണ്ടോ സതീന്ന് ചോദിക്കും എല്ലാവരും. അങ്ങനെയല്ല, നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു മെമ്മറബിൾ ഡേ എന്ന് തന്നെ പറയാം. ഇനി അടുത്ത കൊല്ലം ഉത്സവം ആവാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പും പോവാം, അതുകൊണ്ടല്ല. പക്ഷെ ഉത്സവ സമയത്ത് പോകുന്നത് ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. അവിടുത്തെ ആ ഒരു ലൈറ്റും ആൾക്കാർ കുറേ നമ്മളെ അറിയുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റി. എസ്എംപുരത്തുള്ള അവരുടെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ടു. തിരുവാതിര കാണാൻ പറ്റിയില്ല, അവരെ വേഗം വിളിച്ചു അത്രേ. എന്തായാലും പറയാൻ പറ്റാത്ത ഒരു സന്തോഷം. ഭഗവാനെ കണ്ണ് നിറച്ച് തൊഴാൻ പറ്റി. അടുത്ത് തൊഴാൻ പറ്റുകയെന്ന് പറയില്ലേ, പഴക്കാമണ്ഡപത്തിൽ ഇരുത്തുമ്പോൾ നമുക്ക് സുഖമായിട്ട് അവിടെ ചെന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്ന പറയാം. അത്രയും ഒരു ഭാഗ്യമുണ്ടായി. അപ്പം ഞങ്ങൾ 3 പേരും സുഖമായിട്ട് പോയിട്ട് തൊഴുതു. മറ്റേ ഫ്രണ്ട് വരാൻ പറ്റിയില്ല. അപ്പം അത് കാരണം അടുത്ത കൊല്ലം ഉത്സവമാവാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അടുത്ത കൊല്ലം ഞങ്ങൾ കാലത്ത് തന്നെ പോയി 2 ദിവസം നിന്നിട്ട് വരാമെന്ന് വിചാരിക്കുക. അപ്പോഴെല്ലാം എല്ലാം നമുക്ക് കാണാനും എല്ലാം പറ്റുള്ളൂ. റൂം എടുത്ത് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം, പിന്നെ ആദ്യം കുളിച്ച് തൊഴാൻ ആദ്യം വരാൻ പറ്റും. അങ്ങനെയൊക്കെ എന്തായാലും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ ഇത്രയും നേരം അടുത്തിരുന്ന് ഫോണിൽ വർത്താനം പറയുന്ന പോലെയല്ലല്ലോ നമ്മൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് പോവുക. അത് പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ പോയി വന്ന് നടന്ന് തൊഴാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പറ്റട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആശിച്ചിരുന്നിരുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ തെണ്ടി നടക്കാനും അമ്പലങ്ങളിൽ പോകാനും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ ഇപ്പോൾ നടക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാണ്ട്, പ്രത്യേകിച്ച് അവിടെ പേടിക്കാനൊന്നുമില്ല, അമ്പലത്തിലായതുകൊണ്ടേ നല്ല സുഖമായിരുന്നു തൊഴാനും എല്ലാത്തിനും. പിന്നെ വൈകിട്ടായാലും ഞങ്ങൾ വേഗം വീട്ടിലെത്തി, ഒരു 10-10:30 വീട്ടിലേക്ക് എത്തി. അത് കാരണം തീരെ ക്ഷീണവും തോന്നിയില്ല. എന്നുവെച്ചാൽ തിരക്കുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ 1.5-2 മണിക്കൂറോളം ലൈനിൽ തന്നെ നിന്നു. നല്ലൊരു യാത്രയായിരുന്നു. ഭഗവാനെ കണ്ണ് നിറച്ച് കണ്ടു.